പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടുത്തു. അപ്പം ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ കാണാറില്ല. പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ്, ഞാൻ ക്രൗൺ പ്ലാസയിലാണ്, പിന്നെ ഗാനമേളയ്ക്ക് പോകും. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറെ മാങ്ങ വീഴും. അത് വെള്ളത്തിലോട്ടും വീഴും, അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു, 25,000 രൂപ. ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു. തെറ്റാണ്, സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞുകൂടാതെ ചെയ്തതാണ്. പക്ഷേ എന്റെ വീടായതുകൊണ്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതുന്ന മാലിന്യ വിമുക്ത കേരളം, അപ്പൊ അത് എന്റെ മനസ്സിലുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു പേപ്പറോ, എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരി ഇങ്ങനെ മാങ്ങ പൊതിഞ്ഞ് ഈ തറ വീണ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തെറ്റാണ്. അത് മാലിന്യമല്ല, മാങ്ങയാണെന്ന് ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടൽസിൽ നിന്നൊക്കെ എത്ര ടൺ കണക്കിന് മാലിന്യമാണ് ഈ കൊച്ചിയിൽ ഒഴുകുന്നത്. അതൊന്നും ഈ അധികൃതർ കാണുന്നില്ലേ എന്നെനിക്കൊരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും. ചെയ്ത തെറ്റിന് ഒരു മാങ്ങയ്ക്ക് ഞാൻ 25,000 രൂപ പിഴ അടച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കേരളം എന്നും ശുചിത്വ കേരളമായിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രീമാരേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. ശരിയാണ്, സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ് സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സംബോധന ചെയ്ത വാക്ക് കേട്ടോ, സഹോദരി. അവർ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പണിക്കാരി ആണ് എന്ന് പോലും അല്ല പറഞ്ഞത്. ആ ഒരു സഹോദരി എന്നൊരു സംബോധന അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും എത്രയോ ഉന്നതകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു സംബോധന ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ മാലിന്യം വലിച്ചെറിയത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് അവർ തെറ്റ് സമ്മതിച്ചു, അവരറിഞ്ഞുകൊണ്ടല്ല, അതങ്ങനെ ഇട്ടുപോയി. എന്തായാലും പിഴ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് സാർ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്.